ഏതെങ്കിലും രീതിയിൽ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴേ തിരിച്ചു വരേണ്ടതാ. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരമെങ്കിലും നമുക്ക് കിട്ടേണ്ടതല്ലേ? വെള്ളത്തിൽ വീണ് മരണപ്പെട്ടാലും 3-4 ദിവസത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തേണ്ടതല്ലേ അച്ഛ? എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ പുഴ ഒഴുകിച്ചെന്ന് ചേരുന്നത് കടലിലേക്കല്ലേ? കടലും കനിഞ്ഞാലല്ലേ തിരിച്ചു കിട്ടൂ? ഒഴുക്കിൽപ്പെട്ട് കാലങ്ങളായി കാണാതായവരുടെ എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ജീവന്റെ കാര്യത്തില് അങ്ങനെയൊന്നും വരില്ല അച്ഛാ. അവന്റെ കാര്യത്തില് ഉടനെ ആർക്കെങ്കിലും ഒരു അറിവ് കിട്ടാതിരിക്കില്ല. ആ അറിവും ഇതുപോലെയാണെങ്കിലും മോളെ, ഇതിലും അഴുകിയ അവസ്ഥയില് വീണ്ടും ഒരു മൃതദേഹം കൂടി തിരിച്ചറിയാൻ മഞ്ചാടിയും കൊണ്ട് പോകണ്ടേ നമ്മള്? എന്റെ മോളാണെങ്കിൽ ജീവൻ തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും. എന്റെ കുഞ്ഞിനെ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനൊരു വിധിയായി പോയല്ലോ ദൈവമേ. അച്ഛനിങ്ങനെ വിഷമിക്കല്ലേ. അവളുടെ വഴി അവളായിട്ട് തെരഞ്ഞെടുത്തതല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛാ? അങ്ങനെയൊക്കെ വിചാരിച്ച് ആശ്വാസം കണ്ടെത്താൻ ഒരു അച്ഛന് പറ്റില്ല മോളെ. ചിറകു മുളയ്ക്കാതെ പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നതും കൊമ്പത്ത് കാലുറയ്ക്കാതെ വീഴുന്നതും ഒക്കെ സർവ്വസാധാരണ. എന്നുവെച്ച് തള്ളക്കിളി അതിനുപേക്ഷിച്ച് പോവാറുണ്ടോ? എന്റെ മാത്രമല്ല, നിങ്ങളുടെ ഒക്കെ ലാളനയേറ്റ് ഇനിയും കുറെ കാലം പറന്നു നടക്കേണ്ട കുഞ്ഞായിരുന്നു. ഏതോ നശിച്ച നേരത്ത് അവൾക്ക് തോന്നി ബുദ്ധി. കുറച്ചു കാലം കൂടെയൊക്കെ കാത്തിരിക്കാൻ അവളും അവനും മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ അച്ഛാ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനിയും വരുന്നതൊക്കെ നേരിട്ടല്ലേ പറ്റൂ. അതെ, നേരിടണം. ജീവിതത്തിൽ വേറൊരു ബാധ്യതയും ഇല്ലാതിരുന്ന ഒരു അച്ഛനായിരുന്നെങ്കിൽ എനിക്കിന്ന് എന്റെ കുഞ്ഞിനെ സമാധാനിപ്പിച്ച് അവളുടെ ഒപ്പം തന്നെ നടക്കാമായിരുന്നു. എന്റെ അവസ്ഥ പക്ഷെ അതല്ലല്ലോ. എന്റെ മക്കളെല്ലാവരും ഇപ്പോ ഓരോരോ പരാതിയും ആവശ്യങ്ങളും ഒക്കെയായി എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം.